സ്വർഗത്തിന്റെ സൗന്ദര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ അങ്ങനെ ആഖിറത്തെ സംബന്ധിച്ചുള്ള ചിന്ത മനുഷ്യന്റെ മനസ്സിലങ്ങനെ തികട്ടി കൊണ്ടുവന്ന് മൗനമായി ഭക്തിയോടെ ജനാസയുടെ പിന്നാലെ പോകാനാണ് മുസ്ലിം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ ചിന്ത പോലും എന്തിനാണ്? മരണചിന്തയുണ്ടാക്കാൻ. അങ്ങനെ ഖബർസ്ഥാനിൽ പോയി മറമാടിക്കഴിഞ്ഞ് പിന്നെയും സിയാറത്തിന് പോകുമ്പോ നമ്മുടെ മനസ്സിൽ പിന്നെയും ഈ ചിന്ത വരികയാണ്, അല്ലാഹ് മരിച്ചു പോകണ്ടേ. അങ്ങനെ മരണചിന്തയും പരലോക ചിന്തയും ഉണ്ടാകുക എന്നതാണ് സിയാറത്തിന്റെ ഒരു ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം എന്താണ്? ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവിനോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചെങ്കിൽ അവർക്ക് ഉപകാരം കിട്ടുമല്ലോ, പ്രാർത്ഥിച്ച എനിക്കും ഉപകാരം കിട്ടുമല്ലോ. ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ് സഹോദരന്മാരെ നമ്മൾ അങ്ങനെ സിയാറത്തിന് പോകുന്നത്. അതാണ് ഇസ്ലാം പഠിപ്പിച്ച സിയാറത്ത്. അതേ അവസരത്തിൽ ആ പേരിട്ടുകൊണ്ട് ഇന്ന് നടക്കുന്ന തോന്യാസങ്ങൾ എന്താണ്? മുനമ്പത്തെ ബീവിയുടെ ജാറത്തിലേക്ക്, പുത്തൻപള്ളിയുടെ ജാറത്തിലേക്ക്, ചീനാത്ത് മൂപ്പരുടെ ജാറത്തിലേക്ക്, അതുപോലെ തന്നെ ഐദ്രോസ് മൂപ്പരുടെ ജാറത്തിലേക്ക്, അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ആളുകൾ പോകുന്നു. എന്തിനാ പോകുന്നത്? ഐദ്രോസ് മൂപ്പരെ ഖബർ കണ്ടിട്ട് എനിക്കൊന്ന് മരണചിന്ത വരട്ടെ, എനിക്കൊന്ന് പരലോകബോധം വരട്ടെ. അതല്ലെങ്കിൽ ഐദ്രോസ് മൂപ്പർ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലാഹ് പുറത്തു കൊടുക്കണേ എന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണോ പോകുന്നത്? അല്ല. പോകുന്നതൊക്കെ എന്തിനായി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോരുത്തർക്ക് വിവിധ ആവശ്യങ്ങളാണ്. ആവശ്യങ്ങൾ നിവർത്തിച്ച് കിട്ടാൻ, ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടാൻ, സന്താനങ്ങൾ ഉള്ളവർക്ക് സന്താനത്തെ, പെൺകുട്ടി വേണ്ടവർക്ക് അത്, ആൺകുഞ്ഞ് വേണ്ടവർക്ക് അത്, തീരെയില്ലാത്തവർക്ക് മക്കളെ കിട്ടാൻ, അങ്ങനെ പല രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഖബറുകൾ പോയിട്ട് ഓരോ ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിന് വേണ്ടി അവരോട് ചോദിക്കുന്നു. ഇത് ഇസ്ലാം പഠിപ്പിച്ച സിയാറത്ത് അല്ല. ഇതാ മുജാഹിദുകൾ പറയുന്നത്. അതിനിത് കേൾക്കണ്ടെന്ന് പറഞ്ഞാൽ, ഇത് കേട്ടുപോകരുത് എന്ന് പറഞ്ഞാൽ പഴച്ചു പോകും. അതന്നല്ലേ മറ്റോരും പറഞ്ഞത്, കേട്ടുപോകരുത് മുഹമ്മദ് പറയുന്നത്, കേട്ടാൽ പഴച്ചു പോകും, അതുകൊണ്ട് കേൾക്കാൻ പോകരുത്. അതുകൊണ്ട് കാര്യമുണ്ടോ? ഏത് രൂപത്തിലുള്ള ഏത് പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജനങ്ങൾ ഇന്ന് സത്യം കേൾക്കുന്നു. ആളുകൾക്ക് കാര്യം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഖബർ സിയാറത്തിനെ എതിർക്കുന്നു എന്നത് വെറുതെ പറയുന്നതാണ്. സിയാറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവര് പരിചയപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള സിയാറത്തുകളാണ് എന്തൊക്കെയാണ് പിന്നെയും അതിന്റെ പേരിൽ നടക്കുന്നത്. നമ്മുടെ സമുദായത്തിൽ എണ്ണമില്ലാത്തത്ര ദുരാചാരങ്ങൾ മഖ്ബറയോടനുബന്ധിച്ചും അല്ലാതെയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. മദ്യം നമ്മുടെ സമൂഹത്തിൽ സാർവത്രികമായി പ്രചരിക്കുകയാണ്. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, എല്ലാവരോടും വളരെ വിനയത്തോടു കൂടി പറയട്ടെ, മുസ്ലിമീങ്ങളുടെ സംസ്കാരം മതപ്പതിച്ചു പോകാൻ അനുവദിക്കരുത്. നമ്മൾ ഈ രാജ്യത്തിന്റെ സമ്പത്താണ്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും മാതൃകയായി ജീവിക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ. അവരൊരിക്കലും മദ്യപാനികളായി കൂടാ, അവരൊരിക്കലും വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടുകൂടാ, അവരൊരിക്കലും ഒരു തോന്യാസത്തിന്റെയും ആളുകളായി കൂടാ. നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ ദുഷിച്ച് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളും മദ്യം നുണയാത്ത ചെറുപ്പക്കാരെ കിട്ടാൻ പ്രയാസമാകുന്നവരെ കാലം, അതുപോലെ തന്നെ എല്ലാ സാംസ്കാരികമായ ജീർണതകളും നമ്മുടെ സമൂഹത്തെ പിടികൂടുകയാണ്. നമ്മുടെ വീടുകളിലുള്ള സംസ്കാരങ്ങളിൽ സിനിമയുടെ സംസ്കാരവും സീരിയലിന്റെ സംസ്കാരവും അതുപോലെ തന്നെ ഒട്ടേറെ സംസ്കാരങ്ങൾ നമ്മുടെ നാടുകളിൽ പടർന്നു പന്തലിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സർവ്വ സഹോദരങ്ങളോടും പറയട്ടെ, അല്ലാഹുവിന്റെ റസൂലിൽ നമുക്ക് സ്നേഹമുണ്ടോ? മുസ്തഫയോട് നമുക്ക് സ്നേഹമുണ്ടോ? അള്ളാഹിനോട് നമുക്ക് സ്നേഹമുണ്ടോ? അള്ളാഹിനോടും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹമാണ് ലോകത്ത് എന്തിനേക്കാളും മികച്ചു നിൽക്കേണ്ടത്. ആ ഒരു ബോധമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് ഹറാമുകളിലേക്ക് നമ്മൾ നോക്കരുത്, നമ്മുടെ കാതുകൾ കൊണ്ട് ഹറാമുകളിലേക്ക് നോക്കരുത്, ഹറാമായ പ്രവൃത്തികളിലേക്ക് നമ്മൾ മുഴുകരുത്. നമ്മുടെ കല്യാണങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഓ മുസ്ലിമീങ്ങളെ, പറയാൻ ലജ്ജ തോന്നുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്തൊക്കെയാണ് വിവാഹങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത്. വിവാഹത്തിന്റെ തലേന്നും അതിന്റെ തലേന്നുമൊക്കെ ചെറുപ്പക്കാരി വിവാഹ വീട്ടിൽ ഒന്നുകൊണ്ട് സർവ്വ കൂത്താട്ടങ്ങളും നടത്തുന്നു, കുടിച്ച് ലക്ക് കെട്ടുകൊണ്ട് എല്ലാ താണ്ഡവങ്ങളും നടത്തുന്നു, സർവ്വ തോന്യാസങ്ങളും ചെയ്യുന്നു, ഗാനമേള സംഘടിപ്പിക്കുന്നു, സിനിമാറ്റിക് ഡാൻസ് സംഘടിപ്പിക്കുന്നു. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നുണ്ടോ?
അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ടതാണോ ഈ സംഗീതത്തിന്റെ ഉപകരണങ്ങൾ? ഈ സിനിമയും സിനിമാറ്റിക് ഡാൻസുകളും സീരിയലുകളും അതുപോലെയുള്ള സംവിധാനങ്ങളുമൊക്കെ ഇസ്ലാം അനുവദിച്ചതാണോ? പെണ്ണഭിനയം ഇസ്ലാമിലുണ്ടോ? ആ നിലക്കുള്ള ആ പാട്ടുകൾ അങ്ങനെ സംഗീതം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ പാട്ടും കൂത്തും സിനിമാശാലകളായി നമ്മുടെ വീടുകൾ അതപ്പതിക്കുന്നുണ്ടോ? മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 2 കണ്ണുകൾക്കുള്ള വ്യഭിചാരമാണ് ഹറാമിലേക്ക് നോക്കൽ. ഹറാമിലേക്ക് നോക്കൽ 2 കണ്ണുകൾ കൊണ്ടുള്ള വ്യഭിചാരമാണ്, 2 കാതുകൾ കൊണ്ടുള്ള വ്യഭിചാരമാണ് ഹറാമ് കേൾക്കൽ. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കൽ നാവ് കൊണ്ടുള്ള വ്യഭിചാരമാണ്. നമ്മുടെ വീടുകളിൽ വെച്ചുകൊണ്ട് ഉമ്മയും ബാപ്പയും മക്കളും കുടുംബങ്ങളും ജ്യേഷ്ഠാനുജന്മാരും ഒക്കെ ഒരുമിച്ചിരുന്നു കൊണ്ട് സീരിയൽ കാണുമ്പോ, സിനിമ കാണുമ്പോ, പെണ്ണ് നഗ്നമായി നൃത്തമാടുമ്പോ, ആണും പെണ്ണും കൂടിക്കലർന്നുകൊണ്ടുള്ള സംഗീതങ്ങളും പാട്ടുകളും താളങ്ങളും മേളങ്ങളും അതുപോലെ തന്നെ നൃത്യങ്ങളും സംഘടിപ്പിക്കുമ്പോ അതൊക്കെ കണ്ടു രസിക്കുന്ന മുസ്ലിമേ, മരിച്ചു പോകണ്ടേ? കബറിടത്തിൽ കിടക്കണ്ടേ? മലായിക്കത്തിന്റെ ചോദ്യത്തിന് എന്ത് മറുപടിയാ പറയാൻ കണ്ടുവച്ചിരിക്കുന്നത്? അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇസ്ലാമിന്റെ സംസ്കാരം കൈവിട്ടു പോകരുത്. വിവാഹത്തോടനുബന്ധിച്ച് എന്തെല്ലാം സംസ്കാരങ്ങൾ ചെയ്യുന്നു. അന്യരുടെ സംസ്കാരമായി കടന്നുവന്ന് പരസ്യമായി അതാ വരൻ വധുവിന്റെ കഴുത്തിൽ താലി കെട്ടുന്നു. ഇസ്ലാമിലുണ്ടോ ഇങ്ങനെ പരസ്യമായി ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടൽ? ആ പെണ്ണിനെ അതാ അർദ്ധനഗ്നയും അതുപോലെ തന്നെ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്ന സാരിയും വസ്ത്രവും ഒക്കെ ഉടുപ്പിച്ചിട്ട് ഇതുപോലത്തെ സ്റ്റേജിൽ പരപുരുഷന്മാരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിരുത്തുന്നു. വീഡിയോ ക്യാമറകൾ അവരുടെ ശരീരഭാഗം ഒപ്പിയെടുക്കുന്നു. അങ്ങനെ പരസ്യമായി ആളുകൾ കാണെ അവൾക്ക് പഴം തീറ്റിക്കുന്നു, പാല് കുടിപ്പിക്കുന്നു. പുരുഷന്റെ കയ്യിലേക്കതാ അമ്മായി അമ്മ സ്വർണത്തിന്റെ മോതിരം അണിയിക്കുന്നു. എന്തൊരു ഹറാമായ സംസ്കാരമാണ് നമ്മുടെ പന്തലുകളിൽ നടക്കുന്നത്! എന്തൊരു വൃത്തികെട്ട സംസ്കാരമാണ് ഈ കാണുന്നത്! മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തതാ ഒരു സഹാബിയുടെ കയ്യിൽ ആ നിയമമൊന്നും അറിയാതെ പെട്ടുപോയതാണ്, നിയമം അറിഞ്ഞിട്ട് ചെയ്തതല്ല. ഒരു സഹാബി പുരുഷന്റെ കയ്യിലതാ ഒരു സ്വർണത്തിന്റെ മോതിരം കാണുന്നു. മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, നരകത്തീയുടെ ഒരു കഷ്ണം, തീ കൊണ്ടുള്ള ഒരു കഷ്ണം നിങ്ങളുടെ വിരലിൽ അണിയിക്കുന്നത് നിങ്ങൾക്കിഷ്ടമാണോ എന്നും പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയുടെ കൈവിരലിൽ നിന്ന് ആ പൊന്നിന്റെ മോതിരം എടുത്ത് എറിയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പ്രകടിപ്പിക്കുന്നു. ദീനിന് വേണ്ടിയല്ലാതെ മുത്ത മുസ്തഫ ദേഷ്യപ്പെടാറില്ല, ദീനിന് വേണ്ടിയല്ലാതെ അവിടുത്തെ മുഖം ചുവക്കാറില്ല, ദീനിന് വേണ്ടിയല്ലാതെ അവിടുത്തെ ശബ്ദം പൊങ്ങിയിട്ടില്ല. അത്രമാത്രം ദീനിനെ സ്നേഹിച്ച മഹാനായ നമ്മുടെ നേതാവ് അതാ അരിമ ശിഷ്യന്റെ കയ്യിൽ ഒരു സ്വർണത്തിന്റെ മോതിരം കണ്ടപ്പോ അതങ്ങ് ഊരിയിട്ടൊരറ്റേറാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ഥലത്ത് നിന്ന് പോകുന്നു. നബി അങ്ങ് പോയപ്പോ മറ്റൊരു സഹാബിയോട് പറഞ്ഞില്ലേ, അതങ്ങ് എടുത്തിട്ട് കുടുംബത്തിലെ പെണ്ണുങ്ങൾക്ക് കൊടുത്തോ? മുത്ത മുസ്തഫ നിങ്ങൾ ധരിച്ചതിനല്ലേ എടുത്ത് ദേഷ്യപ്പെട്ട് എറിഞ്ഞത്? ആ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ആ സഹാബി പറഞ്ഞ വർത്തമാനം കേൾക്കണോ? എന്റെ നേതാവ് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി ഊരിയെറിഞ്ഞ ഒരു സാധനം ഇനി കൈ കൊണ്ട് ഞാൻ തൊടുന്നതേ അല്ല. മുത്ത മുസ്തഫയോടുള്ള സ്നേഹം നോക്കൂ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിൽക്കാലത്ത് ആ റസൂലുള്ളാഹിയുടെ ആളുകളെന്ന് പറയുന്ന അമ്മായി അമ്മമാരെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹമുണ്ടെന്ന് പറയുന്ന ഉമ്മ, എങ്ങനെയാണ് നിങ്ങൾക്ക് മരുമകന്റെ കയ്യിൽ പൊന്നിന്റെ മോതിരം അണിയിക്കാൻ ധൈര്യം വന്നത്? ഇസ്ലാമാണോ? ചിന്തിച്ചുകൊണ്ട് വേണ്ടത് ചെയ്യണം എന്നുണർത്തുന്നു. ആ സംസ്കാരം ഇനി ഒരു മുസ്ലിമിനുണ്ടാകരുത്. അതുപോലെ തന്നെ പെണ്ണിനെ അണിയിച്ചൊരുക്കി, പെണ്ണിനെ അനിസ്ലാമിക വേഷം കെട്ടിച്ചുകൊണ്ട് പരസ്യമായി സ്റ്റേജിലിരുത്തുന്ന സമ്പ്രദായം, അവളെ പാല് കുടിപ്പിക്കുന്ന സമ്പ്രദായം, അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് തോന്യാസങ്ങളാണ് മുഴുവനും നടക്കുന്നത്. മദ്യപിച്ച് കുടിച്ചു കൂത്താടുന്നു. അതുപോലെ തന്നെ ആ സന്തോഷത്തിന്റെ ദിവസത്തിൽ അള്ളാഹിനോട് നന്ദി പറയേണ്ട മുസ്ലിം ആ ദിവസത്തിൽ പോലും വെറുപ്പുള്ള സംഗീതം ആലപിക്കുന്നു. അവൻ ഗാനമേള സംഘടിപ്പിക്കുന്നു.
ഓർക്കസ്ട്രാ ഗ്രൂപ്പിന് വലിയ ചാർജും കൊടുത്തു കൊണ്ടുവന്നിട്ട് ആടിക്കുന്നു, പാടിത്തിമർപ്പിക്കുന്നു. മുസ്ലിമേ, ഖുർആൻ ചോദിച്ചവര് ചോദ്യമുണ്ട്, ഫമാ അസ്ബറഹും അലന്നാർ, നരകത്തെ കുറിച്ച് അവർക്ക് ഇത്ര ക്ഷമ കൊടുത്തത് എന്താണ്? നരകം അത്ര സഹിക്കാനാകുന്നതാണോ?